ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതൊരു എയർ ഡ്രോപ്പ് റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മൾ കുറേ കാലമായി എയർ ഡ്രോപ്പ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇതേതായാലും കുഴപ്പമില്ലാത്തൊരു ഇത് കണ്ടുകൊണ്ടാണ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. നമുക്കിതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു $100 വർത്ത് ഇവരെ കോയിൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പെർ റെഫറൽ $20 വർത്ത് കോയിനും ഇപ്പം കിട്ടുന്നുണ്ട്. സൂൺ ഇതിൻ്റെ ലിസ്റ്റിംഗ് പരിപാടി ഉണ്ടാവുന്നതാണ് അപ്ഡേറ്റ്സ് വന്നത്. ഏതായാലും എല്ലാവരും ഒന്ന് ചെയ്തു വെച്ചോ. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, രജിസ്റ്റർ എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും സ്റ്റാർട്ടിങ്ങിൽ. ഇത് ഏതോ ഒരു ലാംഗ്വേജ് ആണ്. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ മുകളിൽ ക്ലോസ് ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു വിയറ്റ്നാമിൻ്റെ ഫ്ലാഗ് കാണാം. അത് ചേഞ്ച് ചെയ്തിട്ട് ഇംഗ്ലീഷ് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി സൈൻ അപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഇമെയിൽ, യൂസർ നെയിം, ഒരു പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം താഴെ 2 അഗ്രി കൊടുക്കാനുണ്ട്. അത് രണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈൻ അപ്പ് കൊടുക്കുക. അപ്പോൾ താഴെ നമുക്കൊരു പസിൽ വരും. ആ പസിലൊന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറണം. അവിടുന്ന് നമ്മളൊന്നും കൂടി ലോഗിൻ ചെയ്യേണ്ടി വരും. ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇമെയിലും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിലും ക്ലിയർ ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴേക്ക് വന്ന അവൈലബിൾ ബാലൻസ് കാണാം. വിയറ്റ് എന്ന് പറഞ്ഞൊരു കോയിൻ നമുക്ക് കയറിയിട്ടുണ്ട്. അത് $100 വേർത്താണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ ഇപ്പുറം നമുക്ക് പ്ലസ് ചെയ്യാനുള്ളത് അഫിലിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മുകളിൽ വാലറ്റിൻ്റെ ഇപ്പുറം കാണാം. അവിടെ നമുക്ക് ആരെങ്കിലും റെഫർ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്തില്ലെങ്കിൽ പെർ റെഫറൽ $20 എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. $20 വേർത്തുള്ള കോയിൻ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ആ ചെക്ക് ഇൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡെയിലി ചെക്ക് ഇൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കൊരു 30 സെക്കൻഡ് വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു $1 നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $1 കൂടി ആഡ് ആയി വരും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ മെയിൻ മെയിൽ വെച്ച് ചെയ്യണമെന്നില്ല. നമുക്ക് സെക്കൻഡറി മെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് രജിസ്റ്റർ ചെയ്താലും മതി. പിന്നെ നമുക്ക് എന്താക്കാം, റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. റെഫറിൽ നമുക്ക് $20 വേർത്തിലുള്ള കോയിൻസ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഡെയിലി വീഡിയോ എന്നുള്ള ഓപ്ഷനും അത് വേണമെങ്കിൽ ഓപ്ഷനാണത്. അപ്പോൾ ഇത് 3ആണ്. പിന്നെ ഇവർ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ അതിലേക്കൊന്നും നോക്കണ്ട. അത് ചെയ്തതിന് നമുക്ക് ഇത്ര റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ പരിപാടിയാണ്. അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും നോക്കണമെന്നില്ല. ഇവർ പറയുന്നത് സൂൺ ഇതിൻ്റെ വിഡ്രോവൽ ഓപ്ഷൻസ് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വിഡ്രോവലിൻ്റെ സെറ്റപ്പ് ഇവരിപ്പോൾ നിലവിൽ പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് സ്വാപ്പിംഗ് ഓപ്ഷനും വരും. പിന്നെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ, വിഡ്രോ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവർക്ക് തന്നെ സീ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ ഇവരിപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ സീനോ എന്ന് പറഞ്ഞത് നമുക്ക് ഇത്ര നാളും അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അത് പോസ് ചെയ്തിട്ട് അവർ ഈ എയർ ഡ്രോപ്പിൻ്റെ ഇതാണ് ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ രജിസ്ട്രേഷൻ പരിപാടി സൂൺ എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. ബട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ, ഞാനിത് നമുക്ക് എയർ ഡ്രോപ്പ് കുറച്ചും കൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, നമുക്ക് ഒരു 4 year ബിഫോർ 5RO എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ചേഞ്ച് എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അതിൻ്റെ. അതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കയറുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ വിഡ്രോ ഓപ്ഷൻ വന്നു. ആ സമയത്ത് വിഡ്രോ ചെയ്തവർക്കൊക്കെ മോശമില്ലാത്ത എമൗണ്ട് കിട്ടുകയും ചെയ്തിരുന്നു. അത് ആ സമയത്ത് നൈസ് എയർ ഡ്രോപ്പ് ആയിരുന്നു. ബട്ട് കുറേ പേര് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചു. ആ കോയിൻ ഇനിയും കോയിൻ്റെ വാല്യൂ കൂടും, എയർ ഡ്രോപ്പ് കിട്ടിയ കോയിൻ അല്ലേ, ഇനിയും വാല്യൂ കൂടും എന്ന് പറഞ്ഞിട്ട് അവിടെ ഹോൾഡ് ചെയ്തവർക്ക് പിന്നെ ബിയർ മാർക്കറ്റും പരിപാടിയൊക്കെ വന്ന സമയത്ത് ആ എക്സ്ചേഞ്ചിൻ്റെ കാര്യം കുറേ ഭാഗം പുതിയ എക്സ്ചേഞ്ചിലൊക്കെ എന്തൊക്കെ പ്രശ്നമായിരുന്നു. അതേപോലെ ഇതിനും അങ്ങനെ പറ്റി. പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. 5RO എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചാണ്. നമ്മൾ യൂട്യൂബിൽ വിഡ്രോവൽ വീഡിയോ ഒക്കെ നമ്മൾ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സെയിം ആളാണ് ഇതിൻ്റെ ബാക്കിലെന്നാണ് പറഞ്ഞത്. അവർ തന്നെയാണ് ഈ സംഭവം തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സമയത്ത് നമുക്ക് കിട്ടിയതാണ് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ പേര് സെല് ചെയ്യാണ്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച ആ കോയിൻ 5RO കോയിന്, ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു എക്സ്ചേഞ്ചിൻ്റെ സീ നൗ എന്ന് പറഞ്ഞിട്ട്, അതിൽ പണ്ടത്തെ അതേ മെയിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് അവിടെ നമുക്ക് ലോക്കായിട്ടുണ്ടായ 5RO കോയിനും നമുക്ക് ഈ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആയി വരും എന്നുള്ള രീതിയിലാണ് അവരെ ഭാഗത്ത് വന്ന അപ്ഡേറ്റ്സ്.
അത് വന്നില്ലെങ്കിൽ പണ്ട് ആ സമയത്ത് എയർ ഡ്രോപ്പ് എടുത്തവർക്ക് അഥവാ ഹോൾഡ് ചെയ്തവർക്ക് വേണമെങ്കിൽ നല്ലൊരു എമൗണ്ട് മേ ബി കിട്ടാം. അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കണ്ട, അതിലൊന്നും നോക്കാം. അപ്പോൾ ഏതായാലും ജസ്റ്റ് നോക്കി നോക്കാം. നമുക്ക് $100 രജിസ്ട്രേഷനിൽ വരുന്നുണ്ട്. $100 ഇവരിപ്പം പറയുന്ന വാല്യൂ ആണ്. നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അഥവാ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എത്ര വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി കുറേ 100 ഒരു 50 കിട്ടിയാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. ചെയ്തിട്ടോ എല്ലാവരും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ.